ഇനി നമുക്ക് ഏഷ്യർ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഡാറ്റയിലോട്ട് കിടക്കാം. നോക്കിയൊരു നവംബറിലെ വിൽപ്പന 37% വർധനവാണ് ഏഷ്യർ മോട്ടോഴ്സ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തം യൂണിറ്റ് നോക്കുമ്പോൾ 7652 യൂണിറ്റാണ് രേഖപ്പെടുത്തിയത്. വാർഷികാടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 37% വർധനവാണ്. ആഭ്യന്തര വിൽപ്പന ഡൊമസ്റ്റിക്കായിട്ട് നോക്കുമ്പോൾ 6720 യൂണിറ്റുകൾ വിൽക്കാൻ സാധിച്ചു. വാർഷികാടിസ്ഥാനത്തിൽ എന്തായാലും ഒരു മികച്ച ഒരു ഡേറ്റയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ട്രക്കുകൾ വളർച്ചയ്ക്ക് ഒരു നേതൃത്വം നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കയറ്റുമതിയിൽ നോക്കുമ്പോഴും ഏകദേശം 75% വർധനവാണ് ഏഷ്യർ മോട്ടോഴ്സ് ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു വെഹിക്കിളായ റോയൽ എൻഫീൽഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ സെയിൽസിൽ 25% ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ഒരു ട്രേഡിങ്ങിൽ ഇന്ന് 1% മുന്നേറ്റമാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏപ്രിലിന് ശേഷം തുടർച്ചയായി കുറച്ച് മാസങ്ങളിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഓഗസ്റ്റ് മുതലാണ് ഓഹരിയിലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചത്. ഓഗസ്റ്റ് അതിനുശേഷമുള്ള തൊട്ടടുത്തുള്ള മാസമായ സെപ്റ്റംബറിലും വലിയൊരു നേട്ടം രേഖപ്പെടുത്തി. പിന്നീട് നമ്മൾ കാണുന്നത് സെപ്റ്റംബറിന് ശേഷം 3 മാസങ്ങളിൽ ഒരു സൈഡ് വേസ് പാറ്റേണിലാണ് ഈ ഒരു ഓൾ ടൈം ഹൈ ലെവലിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഏഷ്യർ മോട്ടോഴ്സിൽ എന്താണ് ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ടുള്ളത്? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഓഹരി ട്രേഡ് ചെയ്യുന്നത്. അതൊരു നല്ല ചാർട്ട് പാറ്റേൺ ആണ്. എന്നിരുന്നാൽ പോലും അശോക് ലേലാൻഡ് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ടെക്നിക്കലി സ്ട്രോങ് അല്ല. അത് അശോക് ലേലാൻഡ് ഒരു മൊമെൻറ്റം കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതൊരു സ്ലോ മൂവർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാവുള്ളൂ. റീസെൻ്റ്ലി ഷെയ്ക്കോട്ട് ക്യാൻഡിൽ 27 നവംബറിൽ ഫോം ചെയ്ത് ഇന്നൊരു അപ്സൈഡ് ക്യാൻഡിൽ ഏകദേശം 1% മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും വോളിയം ആക്ഷൻ നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഹയർ ലെവൽ റിജക്ഷൻ ആണ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത്. 7093 എന്ന ലെവൽ ഇന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് മറികടന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഇതിനൊരു സ്ലോ മൂവർ, സ്ലോ ആൻഡ് സ്റ്റഡി ടൈപ്പ് ചാർട്ട് ആവാനുള്ള ഒരു പോസിബിലിറ്റീസാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.